നമസ്കാരം. ലൈവ് അപ്ഡേറ്റ് ആണ്. ഈ നിവിൻ്റെയും ഷാനവാസിൻ്റെയും വിഷയത്തിൽ വീണ്ടും വീട്ടിലൊരു വലിയ വഴക്ക് നടന്നിരിക്കുകയാണ്. അതിൽ നെവിനാണ് ഷാനവാസിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, നിങ്ങൾ ഈ 15 വർഷം കൊണ്ട് നടക്കുന്ന മുഖം മൂടി ഞാൻ വലിച്ചു കീറും, നിങ്ങളുടേതൊരു ചീഞ്ഞ മനസ്സാണ്, നിങ്ങളുടെ നികൃഷ്ടമായിട്ടുള്ള മനസ്സാണ്, അങ്ങനെയുള്ളവർ ഇവിടെ തുടരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെച്ചിട്ടാണോ നിങ്ങൾ ഗെയിം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ്. അതിൽ ഈ വീട്ടുകാരെ എല്ലാവരെയും കൂടെ എന്തോ ഒരു മോശം വാക്ക് വിളിച്ചിട്ട് ഷാനവാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർ പറയുമ്പോഴാണ് ശരിക്കും എന്തോ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞതിന് ഷാനവാസ് മാപ്പ് പറയണമെന്ന് വീട്ടുകാർ പറയുന്നു. അത് റിയാസിൻ്റെ പ്രശ്നത്തിൽ എന്തെങ്കിലും മോശം വാക്ക് വിളിച്ചതാണോ, ആ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിനിടയ്ക്ക് വിളിച്ചതാണോ എന്നുള്ളത് എപ്പിസോഡിലായിരിക്കും വ്യക്തമാവുക. എന്തായാലും വീട്ടുകാരെല്ലാവരും കൂടെ ഈ ഷാനവാസ് മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ അനീഷ് വന്നിട്ട് നെവിൻ്റെ അടുത്ത് പറയുന്നു, ഈ വിഷയം മോഹൻലാലിൻ്റെ എപ്പിസോഡിലല്ലേ, ലാൽ സാറിൻ്റെ എപ്പിസോഡിലല്ലേ ഇത് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളത് തീരുമാനിക്കുന്നത്, അതിനിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം സംസാരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അനീഷ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അനീഷിൻ്റെ നേരെ ചെല്ലുമ്പോൾ അനീഷ് പറയുകയാണ്, ഷാനവാസ് എൻ്റെ ഉറ്റ സുഹൃത്താണ്, ഷാനവാസിനൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് ഷാനവാസ് പറഞ്ഞതിനെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ലാൽ സാറിൻ്റെ എപ്പിസോഡിൽ ഷാനവാസിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കും ആദ്യം ഷാനവാസിനെതിരെ നിൽക്കുന്നത്, ഞാനായിരിക്കും ആദ്യം ഷാനവാസിനെ തള്ളി പറയുന്നതെന്ന് അനീഷ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്നിട്ട് ഈ ഷാനവാസും നെവിനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഷാനവാസ് ഓരോരുത്തരോടും പറഞ്ഞ കാര്യങ്ങൾ വന്നതെന്ന് പറയാണ്. അതിൽ ആദില വന്നതെന്ന് പറയുന്നത്, ഷാനവാസ് ആദിലേൻ്റെ അടുത്ത് പറഞ്ഞത് നെവിൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പാണ് ഷാനവാസിന് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ്. പക്ഷേ അതിൽ എന്ത് തന്നെ ആയാലും ആദിലയ്ക്ക് ഈ വിഷയത്തിലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. കാരണം ഓപ്പൺ നോമിനേഷനിൽ ആദില വന്നതെന്ന് ആദ്യം കോട്ട് ചെയ്തത് പ്രവീണിനെയാണ്. പ്രവീൺ ഇപ്പോൾ അവിടെ നിലവിലുള്ള ഒരാളല്ല. പ്രവീൺ ഇങ്ങനത്തെ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുമില്ല. പ്രവീണിൻ്റെ കാര്യം പറയാനായിട്ട് പറഞ്ഞ ഒരാളെ അപമാനിക്കാനായിട്ട് ആദിലേക്ക് എന്താണ് അവകാശം? അതുപോലെ തന്നെ ഷാനവാസിൻ്റെ വിഷയവും ഷാനവാസാണ് വന്നതെന്ന് പറയേണ്ടത്. അന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് ആദില വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ ഷാനവാസ് വന്നതെന്ന് പറഞ്ഞത് ശരിയെന്നല്ല, ആ ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിൽ ഷാനവാസും ചെയ്തത് തെറ്റാണ്, എന്നാലും ഷാനവാസാണ് വന്നതെന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദിലേക്ക് എന്താണ് അവകാശമുള്ളത്? അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നെവിൻ ഇതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾക്ക് അത് നെവിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിലെ ഈ ലൈവ് കാണുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നെവിനെ ബാധിച്ചിട്ടുള്ളതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നിട്ട് ആദിലേക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം ഇന്ന് ആദില വന്നതെന്ന് പറയുന്നത് ഞാൻ അതിനെ ജഡ്ജ്മെൻറ്റലായിട്ട് അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഈ ആദില എത്രത്തോളം അങ്ങനെ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നൊരു വിഷയമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് ഈ വലിയ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആദിലയും കൂടെ ഈ ഷാനവാസിൻ്റെ അടുത്ത് പോയിരുന്നിട്ടാണ് ഷാനവാസിനോട് ഇത്തരത്തിൽ പ്രതികരിക്കാൻ ഇങ്ങനെ തന്നെ വന്നതെന്ന് പറയണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആദിലയാണ്. അപ്പോൾ അതുകൊണ്ട് നിസ്സാരമായിട്ട് എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് ആദിലേക്ക് പറ്റില്ല. ഇനി സാബുമാൻ വന്നു നിന്നിട്ട് പറയുന്നത്, ഷാനവാസ് സാബുമാനോട് പറഞ്ഞിട്ടുള്ളത് തിരിച്ചു വന്നതിന് ശേഷമാണ്, ഈ നെവിൻ ഇറങ്ങിപ്പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ്. അഭിലാഷ് വന്നതെന്ന് പറയുന്നത് അങ്ങനെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ ഒരു നല്ല കോംബോ ആയിരുന്നു, എൻ്റെ ഒരു കണ്ടൻ്റാണ് പോയെന്നുള്ളത് എന്തിനാണ് ഷാനവാസ് പറഞ്ഞതെന്നുള്ളതാണ്. അങ്ങനെ ആകെ കൂടെ മൊത്തത്തിൽ ഇതിൽ പല അഭിപ്രായങ്ങൾ അവിടെ വരുന്നുണ്ട്. ഒരു കാര്യമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിൽ ആദിലയും ഷാനവാസും പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് വളരെ മോശമാണ്. ഈ നെവിൻ ഒരാളുടെയും പേഴ്സണൽ സ്പേസിനെ മാനിക്കാതെ അങ്ങോട്ട് ഇടിച്ചു കയറി എല്ലാവരുടെയും ദേഹത്ത് കയറി അങ്ങനെ തൊട്ടും പിടിച്ചുമൊക്കെ വർത്താനം പറയുകയും കിടക്കുന്നതിനിടയ്ക്ക് പോയി കിടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അതിനോട് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നതിലും തെറ്റില്ല. നേരെ മറിച്ച് അയാളെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ ഒരു അലിഗേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ രണ്ടുപേർക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെയാണ് അത് ഏറ്റെടുക്കേണ്ടിയിരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ലാലേട്ടൻ ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഇതൊക്കെ തന്നെയാണല്ലോ പണി. അപ്പോൾ ഈ വിഷയത്തിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്നിട്ട് ഇതിൽ എന്താണ് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതെന്നുള്ളത് വീക്കെൻഡിൽ തീരുമാനിക്കട്ടെ എന്നേ പറയാനായിട്ടുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, അനീഷ് ഷാനവാസ് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും ഷാനവാസിനെ വിശ്വസിക്കുന്നുണ്ട്. അത് ലൈവിലും ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന വീഡിയോസിലൊക്കെ നോക്കിയാലും മനസ്സിലാവും. ആ ഒരു ഇതിൽ
അനീഷ് കൃത്യമായിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്, നീ എൻ്റെ ആ വിശ്വാസം നഷ്ടപ്പെടുത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും തെറ്റാണ് പറയുന്നതെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് അത് അങ്ങനെയല്ല, നീ പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ആ വിശ്വാസം ഷാനവാസ് തെറ്റിച്ചാൽ, ഇപ്പം അങ്ങനെയല്ല, അതൊരു ഫേക്കായിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനീഷ് ഷാനവാസിനെതിരെ നിൽക്കും, ഷാനവാസിനെ തള്ളി പറയും എന്നുള്ളത് ഉറപ്പാണ്.